ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിലെ നമ്മൾ പഠിക്കാൻ പോകുന്നത് സിമ്പിൾ ഫ്യൂച്ചറിനെ കുറിച്ചാണ്. അപ്പൊ എന്റെ ലാസ്റ്റ് വീഡിയോസ് ഒക്കെ ഒന്ന് കാണാത്തവർ ഒന്ന് പോയിട്ട് കാണണേ. അതിൽ സിമ്പിൾ പ്രസന്റ് കുറെ ഗ്രാമർ സെക്ഷനും ഡെയിലി യൂസ് സെന്റൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, എന്നാലാണ് നിങ്ങൾക്ക് ഒന്നും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. സിമ്പിൾ ഫ്യൂച്ചർ, ഈ പേര് പോലെ തന്നെ ഇത് വളരെ സിമ്പിൾ ആണ് പഠിക്കാൻ. ഫ്യൂച്ചറിലെ ഭാവിയിൽ ഒരു കാര്യം പറയാനാണ് നമ്മൾ സിമ്പിൾ ഫ്യൂച്ചർ ഉപയോഗിക്കുക. ഓ, ഞാൻ ഇംഗ്ലീഷ് പഠിക്കും. ഇതെങ്ങനെ പറയാ? ഐ വിൽ സ്റ്റഡി ഇംഗ്ലീഷ്. ഐ വിൽ സ്റ്റഡി ഇംഗ്ലീഷ്. ഇതിന്റെ ഒരു സ്ട്രക്ചർ ശ്രദ്ധിച്ചു. ഫസ്റ്റ് നമ്മളെ സബ്ജക്റ്റ് വെക്കുന്നു ഐ, ദെൻ വിൽ. വിൽ അല്ലെങ്കിൽ ഷാളാണ്. ഷാൾ നമ്മൾ സംസാരത്തിൽ അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഐ വിൽ. ശേഷം നമ്മൾ വേർബിന്റെ ഫസ്റ്റ് ഫോം ആണ് വെക്കുക കേട്ടോ. സ്റ്റഡി, സ്റ്റഡീഡ്, സ്റ്റഡീഡ്. അപ്പൊ ഇതിന്റെ ഫസ്റ്റ് ഫോം ഏതാണ്? സ്റ്റഡി. അപ്പൊ ഞാൻ ഇംഗ്ലീഷ് പഠിക്കും. എങ്ങനെയാണ്? ഐ വിൽ സ്റ്റഡി ഇംഗ്ലീഷ്. ഐ വിൽ സ്റ്റഡി ഇംഗ്ലീഷ്. അപ്പൊ ഇതുപോലെ നമുക്ക് കുറേ സെന്റൻസ് നമുക്ക് പറഞ്ഞ് നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ മതി. നിനക്ക് ഒരു ഗിഫ്റ്റ് കിട്ടും. എങ്ങനെ പറയാ? യു വിൽ ഗെറ്റ് എ ഗിഫ്റ്റ്. യു വിൽ ഗെറ്റ് എ ഗിഫ്റ്റ്. നിനക്ക് ഒരു ഗിഫ്റ്റ് കിട്ടും. സബ്ജക്ട് യു, വിൽ, ഗെറ്റ്, വി1. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഒരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്യുക. യു വിൽ ഗെറ്റ് എ ഗിഫ്റ്റ്. നിനക്കൊരു ഗിഫ്റ്റ് കിട്ടും. അവൾ നിന്നെ സഹായിക്കും. ഷീ വിൽ ഹെൽപ്പ് യു. ഷീ വിൽ ഹെൽപ്പ് യു. അവൾ ഇന്ന് വൈകുന്നേരം എന്നെ വിളിക്കും. ഷീ വിൽ കോൾ മീ ഇൻ ദ ഈവനിങ്. ഷീ വിൽ കോൾ മീ ഇൻ ദ ഈവനിങ്. ഓക്കെ, ദെൻ നമുക്ക് വീണ്ടും കാണാം. We will meet again. We will meet again. അപ്പൊ ഇതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്? സബ്ജക്ട് വിൽ, വി1. ഓക്കെ അല്ലേ? ഇനി ഇതേ സെന്റൻസിനെ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പഠിക്കാം. എങ്ങനെയാണ് ആ ക്വസ്റ്റ്യന്റെ രൂപത്തിൽ ചോദിക്കുക? അത് ജസ്റ്റ് ഇതിനെ ഒന്ന് ഇങ്ങനെ തിരിച്ചിട്ടാ മതി. എങ്ങനെ തിരിച്ചിടാ? നമ്മള് വില്ലില്ലേ, വില്ലിനെ ഫസ്റ്റ് വെച്ച് കൊടുക്കുക, ശേഷം സബ്ജക്റ്റ് വെക്കുക, ദെൻ വി1. ബാക്കി സെന്റൻസ് അതുപോലെ അങ്ങ് എഴുതിയാൽ മതി. അപ്പൊ നമുക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം. നോക്കൂ, അവൾ നിന്നെ സഹായിക്കും. ഇതെങ്ങനെ നമ്മൾ ക്വസ്റ്റ്യൻ ആക്കും? ഫസ്റ്റ് വിൽ വെക്കുക അല്ലെ, പിന്നെ സബ്ജക്റ്റ്. എന്താവും? അവൾ. വിൽ ഷീ. വിൽ ഷീ. വി1 ഏതാ അതില്? ഹെൽപ്പ്. വിൽ ഷീ ഹെൽപ്പ് യു. അവൾ നിന്നെ സഹായിക്കുമോ എന്നായി. വിൽ ഷീ ഹെൽപ്പ് യു. അവൾ നിന്നെ സഹായിക്കുമോ? അവൾ ഇന്നെന്നെ വൈകുന്നേരം വിളിക്കും. അവൾ ഇന്നെന്നെ വൈകുന്നേരം വിളിക്കുമോ? അവൾ ഇന്ന് വൈകുന്നേരം എന്നെ വിളിക്കുമോ എന്നെങ്ങനെ ചോദിക്കും? ഫസ്റ്റ് വിൽ. വിൽ ഷീ കോൾ മീ ഇൻ ദ ഈവനിങ്. വിൽ ഷീ കോൾ മീ ഇൻ ദ ഈവനിങ്. അപ്പൊ അതിന്റെ സ്ട്രക്ചർ എങ്ങനെയാ? വിൽ പ്ലസ് സബ്ജക്ട് പ്ലസ് വി1. ഇങ്ങനെയാണ് ക്വസ്റ്റ്യന്റെ പാറ്റേൺ കേട്ടോ. വിൽ ഷീ കോൾ മീ ഇൻ ദ ഈവനിങ്. അവൾ ഇന്ന് എന്നെ വൈകുന്നേരം വിളിക്കുമോ? ഓക്കെ, നമ്മള് വീണ്ടും കാണുമോ? വിൽ വി മീറ്റ് അഗെയിൻ. വിൽ വി മീറ്റ് അഗെയിൻ. നമ്മൾ വീണ്ടും കാണുമോ? ഓക്കെ, നെക്സ്റ്റ്. നിനക്കൊരു ഗിഫ്റ്റ് കിട്ടുമോ? വിൽ യു ഗെറ്റ് എ ഗിഫ്റ്റ്. വിൽ യു ഗെറ്റ് എ ഗിഫ്റ്റ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ക്വസ്റ്റ്യന്റെ രൂപത്തിൽ നമ്മൾ ചോദിക്കുക. ഇനി ഇതേ സെന്റൻസിനെ നമുക്ക് നെഗറ്റീവ് സെന്റൻസ് ആക്കി പഠിച്ചാലോ? അതെങ്ങനെയാണ്? അത് സിമ്പിളാ. വിൽ നോട്ടിനെ ചേർത്താൽ മതി. വിൽ നോട്ട് അല്ലെങ്കിൽ അതിന്റെ ഷോർട്ട് ഫോം ആണ് വാണ്ട്. വാണ്ട്. അപ്പൊ സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് വിൽ നോട്ട് വയ്ക്കുക, ദെൻ വേർബിന്റെ ഫസ്റ്റ് ഫോം വയ്ക്കുക. ഓക്കെ, അവൾ ഇന്നെന്നെ വൈകുന്നേരം വിളിക്കില്ല. ഷീ വിൽ നോട്ട് കോൾ മീ ഇൻ ദ ഈവനിങ്. ഷീ വോണ്ട് കോൾ മീ ഇൻ ദ ഈവനിങ്. ഷീ വോണ്ട് കോൾ മീ ഇൻ ദ ഈവനിങ്. അവൾ നിന്നെ സഹായിക്കില്ല. എങ്ങനെ പറയും? ഷീ വോണ്ട് ഹെൽപ്പ് യു അല്ലെങ്കിൽ ഷീ വിൽ നോട്ട് ഹെൽപ്പ് യു. ഷീ വോണ്ട് ഹെൽപ്പ് യു. നമ്മൾ വീണ്ടും കാണില്ല. വി വിൽ നോട്ട് മീറ്റ് അഗെയിൻ. വി വിൽ നോട്ട് മീറ്റ് അഗെയിൻ. അവൾ ഇന്ന് വരില്ല. ഷീ വോണ്ട് കം ടുഡേ. ഷീ വോണ്ട് കം ടുഡേ. ഞാൻ ഇംഗ്ലീഷ് പഠിക്കില്ല. ഐ വോണ്ട് സ്റ്റഡി ഇംഗ്ലീഷ്. ഐ വോണ്ട് സ്റ്റഡി ഇംഗ്ലീഷ്. ഓക്കെ, അപ്പോ ഇങ്ങനെയാണ് നമ്മൾ സിമ്പിൾ ഫ്യൂച്ചറിൽ സെന്റൻസ്, ക്വസ്റ്റ്യൻ ആൻഡ് നെഗറ്റീവ് സെന്റൻസ്. ഓക്കെ അല്ലേ? If it's the first time you watch my channel, please do like and share my channel.